ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അക്വാവെഞ്ചർ എന്ന് പറയുന്ന വാട്ടർ പാർക്കിലേക്കാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പാം ജുമൈറയിലെ അറ്റ്ലാന്റിസ് ഹോട്ടലിലാണ്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ. UAE ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ നാട്ടിലത്തെ പോലെ കല്യാണങ്ങളോ ഫങ്ഷൻസോ കാര്യങ്ങളൊന്നും അധികമില്ല. അതുകൊണ്ട് തന്നെ ഇന്നും വീടും ഇത് മാത്രമായിട്ട് നമ്മളൊരു 4 ചുവരുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങിപ്പോവും. നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡും സഫോക്കേറ്റഡും ആവും. നമുക്ക് പറ്റുമ്പോഴൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്നത് നന്നായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ കസിൻസിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള കാര്യമാണല്ലേ. ഭയങ്കര എക്സ്പെൻസ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും പോയില്ലെങ്കിലും നമ്മുടെ റൂമിനടുത്തുള്ള പാർക്കിലോ ജസ്റ്റ് ഒന്ന് നടക്കാനോ ഒക്കെ പോകുന്നത് നമ്മുടെ മൈൻഡൊന്ന് റിഫ്രഷ് ആവാനായിട്ട് നല്ലതായിരിക്കും. ഇവിടുത്തെ ചാർജ് വരുന്നത് 250 ദർഹമാണ്. നമുക്ക് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതല്ലാതെ പല ഓഫറിലും നമുക്ക് ഇവിടുത്തെ ടിക്കറ്റുകൾ കിട്ടും. നമുക്ക് ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ഉള്ള ആൾക്ക് പാസ് ഫ്രീ ആണ്. കൂടാതെ കൂടെ വരുന്ന ആൾക്ക് 50% അങ്ങനെ എന്തോ ഓഫറുണ്ട്. അപ്പം നിങ്ങളത് അവരുടെ സൈറ്റിൽ ചെക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മുടെ എമിറേറ്റ്സ് ID കാര്യങ്ങളൊക്കെ എടുക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ ഹോട്ടൽ അറ്റ്ലാന്റിസിലാണ് ഇന്ന് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, പാം ജുമൈറ കടലിലെ ഒരു നിർമ്മിത ദ്വീപാണ്. പാം ട്രീയുടെ ഷേപ്പിലുമാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ എന്നുണ്ടെങ്കിൽ നല്ല ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽസും ഭയങ്കര പോഷ് ഏരിയാസുമാണ്. നമ്മളങ്ങോട്ട് പോകുന്ന റോഡിൻ്റെ ഒരു സൈഡ് കടലും ഒരു സൈഡ് ഹോട്ടൽസുമാണ്. റോഡ് മാർഗം മാത്രമല്ല, നമുക്ക് മോണോറെയിൽ ത്രൂവും ഇങ്ങോട്ട് വരാൻ പറ്റും. അതാവുമ്പോൾ പാം ജുമൈറയുടെ ഫുൾ സ്ട്രക്ചറും നമുക്ക് കണ്ടുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരാം. ഇവിടെ തന്നെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ടൈപ്പാണ്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. മാത്രമല്ല ഫുള്ളൊരു ബീച്ച് തീമിലാണ് ഈ ഹോട്ടൽ ഫുള്ളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും അക്വാമാൻ്റെ സിമ്പിൾസ് കാണാൻ പറ്റും. ഞങ്ങൾ ആദ്യം മേലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് ജസ്റ്റ് അവിടുത്തെ വ്യൂവും കാര്യങ്ങളും കണ്ട് വന്ന് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നവർ നൈലോണിൻ്റെ ഡ്രസ്സ് എന്തെങ്കിലും കൈ പിടിക്കുന്നതായിരിക്കും നല്ലത്. ജേഴ്സി പോലുള്ള ഡ്രസ്സുകൾ. കാരണം അവിടെ അതല്ലാതെ വേറെ ഒന്നും അലോ ചെയ്യില്ല. അവിടെ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് ടിക്കറ്റ് എടുക്കാനാണ്. ഇതാണ് ഓപ്പണിംഗ്. എവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് പാക്കേജ് പല രീതിയിലുണ്ട്. ഞങ്ങൾ 250 ദിർഹത്തിൻ്റെ ടിക്കറ്റാണ് എടുത്തത്. നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അവരൊരു വാച്ച് പോലത്തെ ഐറ്റം തരും. നമ്മൾ എവിടെ പോയാലും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. അവർ ഫോട്ടോസ് എടുക്കും. നമുക്ക് ലാസ്റ്റ് ഇത് കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഫോണോ ക്യാമറയോ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. അതിനൊന്നും അവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇതാണ് അവിടുത്തെ ഓപ്പൺ ബാർ ഏരിയ. കാണാൻ നല്ല കിടിലൻ ലുക്കാണല്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാർക്കിൻ്റെ ഒരുവിധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ റെസ്ട്രോ ബാർ നമുക്ക് പാർക്കിൻ്റെ അകത്തുനിന്നും അതല്ലാതെ ഹോട്ടലിൽ വന്നിട്ടുള്ള ആളുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയാണല്ലോ ഇവിടുത്തെ വാട്ടർ ഫൗണ്ടനൊക്കെ. പിന്നെ ഈ കാണുന്നതാണ് മോണോറെയിലിൻ്റെ റെയിൽ. സോ മോണോറെയിലിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ തന്നെ കാണാൻ പറ്റും. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ റൈഡ്സ് ഉണ്ട്. മാത്രമല്ല നമുക്ക് വാട്ടറിൽ കൂടെ തന്നെ ഈ പാർക്ക് ഫുള്ള് ചുറ്റിക്കാണാനും പറ്റും. സീലിൻ്റെ ഷോ, അതുപോലെ തന്നെ ഡോൾഫിൻ്റെ ഷോ, അങ്ങനെ പല പല ഷോസും പല ടൈമിലുണ്ട്. മാത്രമല്ല നമുക്ക് ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബീച്ചുണ്ട്. പ്രൈവറ്റ് ബീച്ചാണ്. നമുക്കവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ പല ഭാഗങ്ങളിലും കുറേ അക്വേറിയംസും ഉണ്ട്. മാത്രമല്ല അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള റൈഡ്സും ഉണ്ട്. സോ നമുക്ക് ലൈവായിട്ട് ഫിഷിനെയൊക്കെ കണ്ട് റൈഡിൽ പോയിട്ട് വരാൻ പറ്റും. ഞങ്ങളുടെ കയ്യിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള മൊബൈൽ പൗച്ച് ഇല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഇനി അവിടെ പോയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. പോകണം എന്ന് ആഗ്രഹമുള്ളവരും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ പിന്നെ വേറൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.